ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ദിവസം ദാനമായി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 97 മുതൽ 99 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 5-ാം അധ്യായം 2-ാം വാക്യം. ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അരാം രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നയമാൻ്റെ വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു ഇവൾ. ശമരിയയിലെ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള മറ്റു വിവരണങ്ങളോ അവളുടെ പേരോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. അവളുടെ സ്വദേശമായ ഇസ്രായേലിന് പലപ്പോഴും വിദേശ ആക്രമണം ഒരു ഭീഷണിയായിരുന്നു. മാത്രമല്ല, അരാം രാജാവിൻ്റെ തുടരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ നിർവീര്യമാക്കുകയും ചെയ്തു. ഈ കാലഘട്ടങ്ങളിൽ അന്യദേവന്മാരെ ആരാധിക്കുന്ന പ്രവണതകൾ ഇസ്രായേലിൽ ശക്തിപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ബാൽ ദേവനെ ആരാധിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ അക്കാലത്തെ പ്രധാന പ്രവാചകനായിരുന്നു ഏലിയാവ്. അതിനുശേഷം എലീശ പ്രവാചകനും ഇസ്രായേലിൽ യഹോവയ്ക്ക് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി എലീശായുടെ പ്രവൃത്തികളും സത്യേക ദൈവത്തെയും കുറിച്ച് കേൾക്കുന്നു. എന്നാൽ ഇന്ന് ഈ പെൺകുട്ടിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, എത്തിപ്പെട്ട സാഹചര്യങ്ങളിൽ പരിതപിക്കാത്ത പെൺകുട്ടി. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു എന്നാണ്. അവൾ ഇപ്പോൾ ഒരു അടിമയാണ്. മാതാപിതാക്കൾ അരാം സൈന്യവുമായുള്ള യുദ്ധത്തിൽ ഒരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവൾ അനാഥയായിരിക്കാം. നയമാൻ്റെ ഭവനത്തിലെ ജോലികൾ അവൾ ചെയ്യേണ്ടി വരുന്നു. നയമാൻ്റെ ഭാര്യയുടെ പരിചാരികയാണ് അവൾ. ഇവ എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോൾ അവൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തെ പഴി പറയുന്നില്ല. അവയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ക്രമേണ അവൾ നയമാൻ്റെ വീട്ടിലെ ദിനചര്യയുമായി പൊരുത്തപ്പെട്ട് പോകുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് അവൾ. രണ്ടാമതായിട്ട്, ദൈവത്തെയും പ്രവാചകനെയും ഹൃദയത്തിലേറ്റുന്ന പെൺകുട്ടി. അവൾ തൻ്റെ യജമാനത്തിയോട് ഇങ്ങനെ പറയുന്നു: യജമാനൻ ശമര്യയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു. താൻ എത്തിപ്പെടുന്ന ഇടത്ത് തൻ്റെ പ്രവാചകനെ ഉയർത്തി കാണിക്കുവാൻ അവൾ മറക്കുന്നില്ല. അവളുടെ വിശ്വാസം ആഴത്തിലുള്ളതായിരുന്നു. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു പ്രവാചകനുണ്ട്, എനിക്കൊരു രാജ്യമുണ്ട്. മാതാപിതാക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, അവളുടെ രാജ്യത്ത് നിന്ന് ലഭിച്ച ദൈവബോധം അവൾ കൈവിടാതെ സൂക്ഷിക്കുന്നു. മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ഒരു പഴുത് കിട്ടിയപ്പോൾ അവൾ അത് തക്കത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവിഷയമായി സമ്പന്നരാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവ നമ്മുടെ പരാജയങ്ങളിൽ ഒന്നായിത്തീരും. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവന് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാകുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവിഷയമായി സമ്പന്നരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.